കൂടെയാരുമില്ലല്ലോ, ഇന്ന് ഞാൻ ഒറ്റക്കാണല്ലോ എന്നോർത്ത് നടന്നു തുടങ്ങിയ ദിവസം ചെന്നെത്തിയത് തുടക്കത്തിലെ എൻ്റെ ചിന്തകളെ മാറ്റിമറിച്ച ഒരവസാനത്തിലേക്കായിരുന്നു. അങ്ങനെ നടന്നു നടന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴാണ് അൽത്താഫിനെ കണ്ടുമുട്ടിയത്. അങ്ങനെ വളരെ സാധാരണമായും ശാന്തമായും ഇന്നത്തെ ദിവസം കടന്നു പോകുമെന്നും പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത്. യെസ്, അങ്ങനെ പെട്ടെന്നെടുത്ത തീരുമാനത്തിന്റെ പുറത്ത് അവന്മാർ കോളേജിലേക്ക് വന്നെത്തി. പിന്നീടുണ്ടായ അപ്രതീക്ഷിത എടുത്തുചാട്ടത്തിന്റെ കറക്കത്തിലൊടുവിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ലുല്ലുവിലേക്കായിരുന്നു. അങ്ങനെ ലുല്ലുവിലേക്ക് എൻട്രി ആയി അകത്തെത്തിയപ്പോഴേക്കും ഞങ്ങളെ കാത്ത് നിതയും അമ്മുച്ചേച്ചിയും അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് പരിപ്പുവട, ദാലുവട. ഇത് എന്റെ വീട്ടിലേക്ക് വാങ്ങിയതാണ്. എന്റെ അനിയന് വേണ്ടി, എന്റെ അനിയൻകുട്ടന് വേണ്ടിട്ട് വാങ്ങിയതാണ്. അവന്റെ അനിയൻകുട്ടന് വേണ്ടിട്ട് പരിപ്പോടെ മേടിച്ചിട്ടുണ്ടോ? നമ്മള് മന്തി കഴിക്കാൻ പോണ കഴിച്ച് അതില് ആ ഒരു ടൈമിൽ സാധാരണയായി എന്നത്തെയും പോലെ ഹൈപ്പറിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നേരെ ജ്യൂസിന്റെ സെക്ഷനിലെത്തി. അഞ്ചെണ്ണയിലും മുന്നേ എടുക്കണം. എന്നാൽ ഞാൻ കാശ് കൊടുക്കും. 1 2 3 4 അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലെ അത്യാവശ്യം പർച്ചേസും കഴിഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. മന്തി കഴിക്കാൻ മന്തി സ്പോൺസർ അവിടെ ഫ്രണ്ടിൽ പോകണ്ടട്ടാ. ഇതാ നമ്മളെങ്ങോട്ടാ പോകുന്നത്? അറേബ്യൻ പാലസ്. അങ്ങനെ മന്തി കഴിക്കാനായി നമ്മൾ എത്തിച്ചേർന്നത് ഇടപ്പള്ളിയിലുള്ള അറേബ്യൻ പാലസിലായിരുന്നു. അതെ, ഒരു സങ്കടത്തിന് ശേഷം വലിയൊരു സന്തോഷത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിന് ശരിവെക്കുന്ന വിധമായിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം. സന്തുഷ്ടമായ ദിവസമായിരുന്നു. കുഴപ്പമില്ല, മന്തി കഴിച്ചു, ഒരുപാട് സ്നേഹമുള്ള കൂട്ടുകാരൊക്കെ കണ്ടു, സന്തോഷം.